ബ്രാൻഡുകളുടെ വിജയത്തിനായി കണക്കിലെടുക്കേണ്ട 4 Pകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കാൻ ശ്രമിക്കുന്നത്. ഈ 4 വസ്തുതകളും ബ്രാൻഡുകളുടെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമാണ്. ഓരോന്നിൻ്റെയും പ്രാധാന്യം ബ്രാൻഡുകൾക്കനുസരിച്ച് അല്പസ്വല്പം വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് മാത്രം. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് എന്ന ആദ്യത്തെ P. 1000-ൽ ഒരുവനായി നിന്നാൽ നിങ്ങളുടെ ഉൽപ്പന്നം മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാകും? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ വജ്രായുധം. ചുരുക്കത്തിൽ നിങ്ങളുടെ ബ്രാൻഡ് തിരഞ്ഞെടുക്കുമ്പോൾ കസ്റ്റമർക്ക് കിട്ടുന്ന നേട്ടം എന്നത് കൃത്യമായി പറയാൻ കഴിയണം. സാമ്പത്തിക ലാഭം, സ്റ്റാറ്റസ്, സൗകര്യം, ഗ്ലാമർ, റീസെയിൽ വാല്യൂ, വാറന്റി, നല്ല സേവനം തുടങ്ങി നിരവധി നേട്ടങ്ങൾ ഓരോ ബ്രാൻഡിനും ഉയർത്തിക്കാട്ടാൻ കഴിയും. ലക്ഷ്യമിടുന്ന ക്ലാസ്സിന് ആകർഷകമാകുന്ന ഉൽപ്പന്നത്തിലെ വ്യത്യസ്തത നടപ്പിൽ വരുത്തി അത് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കണം. ഓരോ ഉൽപ്പന്നത്തിലും ഒരു ഡ്രാമ അന്തർലീനമായിട്ടുണ്ട്. ലിയോ ബാനറ്റ് എന്ന പ്രസിദ്ധ കോപ്പിറൈറ്ററിന്റെ നിഗമനമാണിത്. അദ്ദേഹം തുടരുന്നു, കോപ്പിറൈറ്ററിന്റെ ആദ്യ ജോലി അവയെ കണ്ടെത്തുകയും മഹത്തരമായി അവതരിപ്പിക്കുകയുമാണ്. മറ്റുള്ളവർക്ക് കണ്ടു ബോധ്യപ്പെടും വിധം ഒരു വ്യത്യസ്തതയുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഒരിക്കലും വിൽക്കാൻ ശ്രമിക്കരുത് എന്ന് ഡേവിഡ് ഓൾബി പറഞ്ഞത് ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ബ്രാൻഡ് തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണവും കാര്യവും ഇതൊക്കെ തന്നെയാണ്. ബ്രാൻഡുകൾ എന്ന ആശയത്തിന് മുന്നിൽ ഉൽപ്പന്നങ്ങൾ അത്ര പ്രധാനമല്ല എന്ന് ചിലർ ചിന്തിക്കുന്നതായി കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി ഏറ്റവും നല്ലതാക്കുന്നതിന് ആരംഭിച്ച മത്സരമാണ് ബ്രാൻഡിങ്ങിലൂടെ ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത്. ഉൽപ്പന്നത്തിന് കഴിയാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞു, അതിനപ്പുറത്തേക്കുള്ള മൂല്യമാണ് പിന്നീട് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ബ്രാൻഡിങ്ങിലൂടെ നിലവാരം കുറഞ്ഞ ഒരു ഉൽപ്പന്നം സ്ഥിരമായി വിൽക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ബ്രാൻഡിങ് കൊണ്ടും മറ്റ് പരസ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും അടിസ്ഥാന ഉൽപ്പന്നത്തിനെ കസ്റ്റമറുമായി ഒന്ന് ബന്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ആകെ സാധിക്കാവുന്ന കാര്യം. എന്നാൽ ഉൽപ്പന്നം നല്ലതല്ലെങ്കിൽ എത്ര ബ്രാൻഡ് ആയാലും ഉപഭോക്താവ് പിന്നീട് അതിനെ തിരസ്കരിക്കുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് റെയ്നോൾഡ്സ് എന്ന പേന നല്ല ബ്രാൻഡാണ്, പേനയും നന്ന്. എന്നാൽ കുറച്ചു കാലത്തെ ഒരു ഇടവേളയിൽ പ്രശ്നസങ്കീർണമായ ഒരു അവസ്ഥ ഇവർക്ക് വന്നുകയായിരുന്നു. മഷി പെട്ടെന്ന് കട്ടം പിടിക്കും. വാങ്ങി 4 ദിവസം കഴിഞ്ഞാൽ പേന പിന്നെ എഴുതുകയുമില്ല. അക്കാലത്ത് ഏവരുടെയും പോക്കറ്റിൽ സ്ഥാനം പിടിച്ചിരുന്ന റെയ്നോൾഡ്സ് പിന്നീട് അവിടെ കാണാതായി. പിന്നീട് കുറ്റങ്ങൾ പരിഹരിച്ച് കട്ട പിടിക്കാത്ത മഷിയുമായി വീണ്ടും മാർക്കറ്റിൽ അലയടിക്കാൻ ശ്രമിച്ചുവെങ്കിലും രംഗത്ത് പ്രബലരായ പല പുതുമുഖങ്ങളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. പല പുതിയ ബ്രാൻഡുകളും ജനങ്ങളിൽ പുതിയ അർത്ഥങ്ങൾ രചിക്കാൻ തുടങ്ങി. ഇപ്പോഴും റെയ്നോൾഡ്സ് മാർക്കറ്റിലുണ്ട്, നല്ല ക്വാളിറ്റിയിൽ തന്നെ. എന്നാൽ മാർക്കറ്റിൽ 80% ഷെയറും ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടം ഉൽപ്പന്നത്തിന് പറ്റിയ ഒരു വീഴ്ചയാൽ ഇപ്പോഴും വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാന കാര്യം മാത്രം നിറവേറ്റപ്പെട്ടാൽ വിജയിക്കുന്ന ബ്രാൻഡ് ആകാനുള്ള ഒരു യോഗ്യതയായി എന്നും പറഞ്ഞുകൂടാം. ഉൽപ്പന്നത്തിന്റെ രൂപഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ പേനകളും കൊണ്ട് എഴുതാൻ കഴിയുന്നു. എന്നിട്ടും നല്ല രൂപം, നിറം, ഭംഗി, പിടിക്കാനും പോക്കറ്റിൽ വയ്ക്കാനുള്ള സൗകര്യം തുടങ്ങി പല കാര്യങ്ങളും പേന തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പരിഗണിക്കുന്നത്. അതാണ് പ്രൊഡക്റ്റ് ഡിസൈൻ. കാലത്തിൻ്റെയും താല്പര്യങ്ങളുടെയും സ്റ്റൈലുകളുടെയും പ്രതിഫലനം ഓരോ ഉൽപ്പന്നത്തിൻ്റെയും രൂപകൽപ്പനയിലും കാണും. എല്ലാ കാറുകളും ഒരേ അടിസ്ഥാന പ്രവൃത്തി ചെയ്യുന്നു, എന്നാൽ അവ കാഴ്ചയിലും രൂപത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പല ഉൽപ്പന്ന നിർമ്മാതാക്കളും ഏറ്റവും അവസാനം പരിഗണിക്കുന്ന ഒരു വസ്തുതയാണ് പ്രൊഡക്റ്റ് ഡിസൈൻ. ഇത് വളരെ ഖേദകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ മാറ്റം വന്നാൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്. സെക്കൻഡ് വൺ, പ്രൈസിംഗ് എന്ന P. ഓരോ ഉൽപ്പന്നത്തിലെ ഇമേജിൽ വിലകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സാധാരണയിൽ നിന്നും വളരെ താഴ്ന്ന വിലയാണെങ്കിൽ ചീപ്പ് ക്വാളിറ്റി എന്ന ഇമേജ് വന്നു വീഴും. വളരെ അധികമായാലോ പ്രസ്റ്റീജിയസ് എന്ന ഇമേജ് എന്ന ബ്രാൻഡിൽ വരിക. എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല. ഭയങ്കര കത്തിയാണെന്ന് പ്രതികരിക്കാം. മാർക്കറ്റിലെ മത്സരം, ബിസിനസിന്റെ പൊസിഷൻ, ബ്രാൻഡിന്റെ പൊസിഷൻ ഇവയെല്ലാം കണക്കിലെടുത്ത് ഒരു പ്രൈസിംഗ് തന്ത്രം ഇനി പറയുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ്. ഒരു ഉൽപ്പന്നത്തിന് നിശ്ചയിക്കുന്ന വില അതിന്റെ കോമ്പറ്റേറ്ററുടെ വിലയോ അതിനേക്കാൾ കുറഞ്ഞ വിലയോ ആകുമ്പോഴാണ് അതിനെ കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. സ്കിമ്മിംഗ് പ്രൈസ്. ഉൽപ്പന്നം ഡെവലപ്പ് ചെയ്തു വരുന്ന വേളയിൽ തുടക്കത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ പേരിൽ ആദ്യം ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൂടിയ വില നിശ്ചയിക്കേണ്ടി വരും. പിന്നീട് വില കുറച്ചുകൊണ്ട് വരാം. കമ്പ്യൂട്ടർ പാർട്സ് പോലുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ പുതിയതായി ഇറങ്ങുമ്പോഴുള്ള വിലയും അല്പകാലം കഴിഞ്ഞുള്ള വിലയും നോക്കിയാൽ ഇക്കാര്യം ബോധ്യപ്പെടും. ഇതാണ് സ്കിമ്മിംഗ് പ്രൈസ്. പെനിട്രേഷൻ പ്രൈസിംഗ്.
മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറാനായി ആദ്യം കുറഞ്ഞ വില നിശ്ചയിക്കുകയും പിന്നീട് കൂടുതൽ ബിസിനസ് പിടിച്ചെടുക്കുന്നതിലൂടെ അത് ലാഭകരമായ ഒരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് പെനിട്രേഷൻ പ്രൈസിങ്. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ആദ്യകാല പരസ്യങ്ങൾ കുറഞ്ഞ വിലയ്ക്കായിരിക്കും മുൻതൂക്കം കൊടുത്തു കാണുക. പിന്നീട് ക്വാളിറ്റിയും സെലക്ഷനും മറ്റ് സൗകര്യങ്ങളും ഉയർത്തി കാണിച്ചായിരിക്കും പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുക. പ്രമോഷണൽ പ്രൈസിങ് പുതിയ ഉൽപ്പന്നം അവതരിപ്പിക്കാനും പഴയ സ്റ്റോക്ക് വിറ്റു തീർക്കാനും ചെയ്യേണ്ടി വരുന്ന ഒരു പ്രൈസിങ് ടെക്നിക്കാണിത്. ഒന്നെടുത്താൽ രണ്ട്, സ്റ്റോക്ക് തീർക്കൽ, തൂക്കി വിൽപ്പന തുടങ്ങിയ ആകർഷക സന്ദേശങ്ങൾ കൊണ്ട് ഇക്കാര്യം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ ട്രേഡിംഗ് നടക്കാൻ ഇതുമൂലം കഴിയുന്നു. ലോസ് ലീഡർ പ്രൈസിങ് ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് വളരെ വില കുറച്ച് ഷോപ്പിലേക്ക് ആളെ കൂട്ടുന്ന ഒരു പ്രൈസിങ് തന്ത്രമാണ് ലോസ് ലീഡർ പ്രൈസിങ്. കടയിൽ എത്തിപ്പെടുന്നവരെ വളരെ കുറഞ്ഞ വിലയുള്ളവ തീർന്നു പോയെന്ന് പറഞ്ഞ് മറ്റു മോഡലുകൾ വിൽക്കാൻ ശ്രമിക്കുന്നു. അത്ര നല്ല കാര്യമായി ഇതിനെ പരിഗണിക്കാറില്ല. പ്രസ്റ്റീജ് പ്രൈസിങ് ബ്രാൻഡിനെ അതിൻ്റെ ലൈനിൽ അന്തസ്സുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൈസിങ് തന്ത്രമാണ് പ്രസ്റ്റീജ് പ്രൈസിങ്. റോൾസ് റോയ്സ് കാർ, ക്രോസ് പെൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിലകൾ അങ്ങനെയുള്ളതാണ്. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളിൽ വിലയെക്കുറിച്ച് സൂചനയേ ഉണ്ടായിരിക്കുകയില്ല. ഓർക്കുക, നിങ്ങൾ ഒരു ബ്രാൻഡിന് അനുയോജ്യമായ ഏത് പ്രൈസിങ് തന്ത്രം സ്വീകരിച്ചാലും വെറുതെ വില കുറച്ച് മാർക്കറ്റ് നശിപ്പിക്കുന്ന ഒരു പ്രവണത ഒരു ബിസിനസ്സിന് നല്ലതല്ല. മാർക്കറ്റ് മത്സരം കൊണ്ട് മുറുകുമ്പോൾ ഏറ്റവും എളുപ്പമായ കോമ്പറ്റീഷൻ രീതി എന്ന നിലയിൽ ചിലർ മാർജിൻ വളരെ കുറച്ച് നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉണ്ടാക്കാറുണ്ട്. സായിപ്പുമാർ എന്തെങ്കിലും വില കുറച്ച് വിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവർ ഒന്നും വില കുറച്ച് വിൽക്കാറില്ല. അതാണ് അവരുടെ ബുദ്ധി. എന്തെങ്കിലും സൗജന്യ ഓഫറുകൾ കൊടുത്തുന്നിരിക്കും. വില കുറച്ച് വിൽപ്പന കൂട്ടാവുന്ന ബുദ്ധി യഥാർത്ഥത്തിൽ ബുദ്ധിശൂന്യതയാണ്. അത് ലളിതവും അപക്വവും എളുപ്പത്തിൽ ആത്മഹത്യാപരമാണെന്ന് പറയാം. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളുടെ വിജയത്തിനായി കണക്കിലെടുക്കേണ്ട 4 Pകളെ കുറിച്ചാണ്. പ്രൊഡക്റ്റ്, പ്രൈസ് എന്നിവയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി തേർഡ് വൺ, പ്ലേസ് എന്ന P. ഉൽപ്പന്നം എവിടെ നിർമ്മിക്കുന്നു, ഏത് വഴി ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു, എവിടെ നിന്ന് ലഭ്യമാകുന്നു, ഇതെല്ലാം അതിൻ്റെ ഇമേജിൽ പ്രതിഫലിക്കുന്നുണ്ട്. മൾട്ടി സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ലഭിക്കുന്ന ഒരു ഉൽപ്പന്നത്തെയും സാധാ ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉൽപ്പന്നത്തെയും ഒരേ രീതിയിലാണോ നിങ്ങൾ കണക്കാക്കുക? ഫുട്പാത്തിൽ ലഭിക്കുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെയും എയർ കണ്ടീഷൻ ഷോറൂമുകളിൽ ലഭിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെയും ഉണ്ടാകുന്ന ബ്രാൻഡ് ഇമേജും ഒരുപോലെയാണ്. ഇക്കാര്യം അധികം വിശദീകരിക്കേണ്ടതായില്ലല്ലോ. പെട്ടിക്കടകളിൽ ക്രോസ് പെൻ വിൽക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഫുട്പാത്തിൽ ആരോ ഷർട്ട് വിൽക്കാൻ തൂക്കിയിട്ടാൽ എന്ത് സംഭവിക്കും? എവിടെ വിൽക്കുന്നു എന്ന് ബ്രാൻഡിന് ഇമേജിന്റെ കാര്യത്തിൽ സുപ്രധാന കാര്യമാണ്. ഏത് രീതിയിൽ വിൽക്കുന്നു എന്നതനുസരിച്ചും ബ്രാൻഡിന്റെ ഇമേജുകൾ വ്യത്യാസപ്പെടുന്നു. നിങ്ങളുടെ ബ്രാൻഡ് വാങ്ങാൻ പോകുന്നവരെ കൃത്യമായി നിർവചിക്കാൻ നിങ്ങൾക്ക് കഴിയണം. പ്രായം, പുരുഷനോ സ്ത്രീയോ, ജോലി, സ്റ്റാറ്റസ്, വിശ്വാസം, സ്ഥലം, ജീവിത നിലവാരം തുടങ്ങി നിരവധി ഗ്രൂപ്പുകളായി കസ്റ്റമേഴ്സിനെ തിരിക്കാവുന്നതാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിൽ പോലും എല്ലാവർക്കും വേണ്ടി എന്ന മട്ടിൽ ലക്ഷ്യമെടുത്തത് ബുദ്ധിയല്ല. അപഗ്രഥനം ചെയ്ത് നോക്കിയാൽ ബ്രാൻഡുകൾ മാത്രമല്ല, ഉൽപ്പന്നങ്ങൾ ഓരോന്നും തന്നെ ഓരോ പ്രത്യേക ക്ലാസ്സുകളെ ലക്ഷ്യമാക്കിയുള്ളവയാണെന്ന് കാണാം. ഇങ്ങനെ ഒരു പ്രത്യേക ക്ലാസ്സിന് വേണ്ടി ബ്രാൻഡിങ് നടത്തുമ്പോൾ ആ ക്ലാസ്സിനെ ശ്രദ്ധാപൂർവ്വം പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരെ സ്വാധീനിക്കത്തക്ക വിധം എന്ത് മൂല്യമാണ് ബ്രാൻഡ് കൊണ്ടുവരേണ്ടതെന്ന് കൃത്യമായി അറിയാൻ കഴിയും. നിങ്ങൾ ലക്ഷ്യമിടുന്ന ഗ്രൂപ്പിനെ എത്രത്തോളം കൃത്യമായി നിർവചിക്കാൻ കഴിയുമോ അത്രയധികം നിങ്ങൾക്ക് അവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അനാവശ്യമായി മറ്റുള്ളവർ ശ്രദ്ധ പോകുന്നത് ഒഴിവാക്കാം. 2 വ്യത്യസ്ത ക്ലാസ്സിന് വേണ്ടി ഒരു ബ്രാൻഡ് അവതരിപ്പിക്കുന്ന രണ്ടിലും എത്താതെ പാതി വഴിയിൽ നിലച്ചു പോകുന്നുവെന്നാണ് സത്യം. അതിനാൽ ബ്രാൻഡിങ്ങിൽ നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ വളരെ കൃത്യമായി നിർവചിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബ്രാൻഡിനെ ഉയർത്താനായി ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ കൃത്യമായി ഒരു ക്ലാസ്സിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനും കഴിയും. 4th വൺ, പ്രൊമോഷൻ എന്ന P. ദ്രുതഗതിയിൽ കുറച്ചധികം വിൽപ്പന കൂട്ടിയെടുക്കുക എന്നതാണ് സെയിൽസ് പ്രൊമോഷന്റെ അടിസ്ഥാനം. പെട്ടെന്ന് വളരെ ഒരു ചെറിയ സമയപരിധിക്കുള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കണം അത്. ഇത് മാർക്കറ്റിംഗ് സംഖ്യയിൽ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അതായത് ഉൽപാദകനും ഡീലറും തമ്മിൽ ഒരു സെയിൽസ് പ്രൊമോഷൻ സ്കീം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡീലറും കസ്റ്റമറും തമ്മിലുള്ള കച്ചവടത്തിൽ ഈ സ്കീം നടപ്പിലാക്കാം. അതുമല്ലെങ്കിൽ ഉൽപാദകനും കസ്റ്റമർ തമ്മിൽ ഒരു സ്കീമിലൂടെ 2 കൂട്ടർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം. വാങ്ങിപ്പിക്കുന്നതിന് പുതിയൊരു പ്രേരണ സൃഷ്ടിക്കുകയാണ് പ്രൊമോഷനിലൂടെ ചെയ്യുന്നത്.
വിലക്കുറവ്, സൗജന്യമായി കൂടുതൽ അളവ് കൊടുക്കുക, എന്തെങ്കിലും മറ്റ് സമ്മാനങ്ങൾ തുടങ്ങി അവരവരുടെ വിപണിയുടെ സ്വഭാവം അനുസരിച്ച് ഇതിൽ ഏത് ഉചിതമായി തിരഞ്ഞെടുക്കാം. എന്തായാലും വിൽപ്പനയെ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടിയാക്കാൻ സഹായിക്കുന്നതായിരിക്കണം അത്. പഴയകാലത്തെ അപേക്ഷിച്ച് കമ്പനികൾ സെയിൽസ് പ്രൊമോഷൻ ഇപ്പോൾ കൂടുതൽ പണവും പരിശ്രമവും ചെലവഴിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളിലെ ഒരു പ്രധാന ഇനമായി പ്രൊമോഷൻ മാറിയിട്ടുമുണ്ട്. ബ്രാൻഡിന് പെട്ടെന്ന് ഒരു വാല്യൂ ഉണ്ടാകുന്നു, ഒപ്പം വിൽക്കുന്നതിൻ്റെ അളവും വർദ്ധിക്കുന്നു. കുറേ ബ്രാൻഡുകൾ തുല്യ ശക്തിയിൽ നിൽക്കുന്ന ഏതെങ്കിലും മാർക്കറ്റിൽ ഒരു ബ്രാൻഡ് സെയിൽസ് പ്രൊമോഷൻ മുതിർന്നാൽ പെട്ടെന്ന് ആ ബ്രാൻഡിന് ശ്രദ്ധ കിട്ടുകയും കൂടുതൽ പേരെ ആ ബ്രാൻഡിലേക്ക് അടുപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നു. സെയിൽസ് പ്രൊമോഷന്റെ ദോഷങ്ങളും ഈ സന്ദർഭങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ലാഭത്തെ കുറയ്ക്കുന്ന ഒരു ഏർപ്പാടാണ്. ദൂരവ്യാപകമല്ലാത്ത ലാഭങ്ങളെ സെയിൽസ് പ്രൊമോഷനിലൂടെ എടുക്കാൻ കഴിയും. അത് പലപ്പോഴും നേട്ടമുണ്ടാക്കുന്ന സാധ്യതയെ പ്രതികൂലമായി ബാധിക്കാറുമുണ്ട്. ബ്രാൻഡ് ഇമേജിനെ മെച്ചപ്പെടുത്താൻ മുതിരാതെ വ്യാപാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെ ബ്രാൻഡിന്റെ ഇമേജ് പതുക്കെ കുറയാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ബ്രാൻഡ് ലോയൽറ്റി കസ്റ്റമർ ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. പെട്ടെന്ന് ഒരു കൺസ്യൂമർ പൂൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഒരിക്കൽ പ്രൊമോഷനിലൂടെ സൗജന്യങ്ങളോ മറ്റോ ലഭിച്ച ഒരു ഉൽപ്പന്നം അത്തരം സൗജന്യമില്ലാതെ വാങ്ങുവാൻ ചിലപ്പോൾ ജനം മടികാണിക്കാറുണ്ട്. റീറ്റെയിൽകാരിൽ നിന്നും ഇത്തരം പ്രൊമോഷൻ പരിപാടികൾക്കായുള്ള ആവശ്യം എപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കും. പ്രൊമോഷൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. പരസ്യത്തിൽ വ്യക്തത അനിവാര്യമാണ്. ലളിതമായി മനസ്സിലാകുന്ന തരത്തിൽ പ്രൊമോഷൻ സ്കീം അവതരിപ്പിക്കണം. ബ്രാൻഡിന് നിലവാരത്തിനനുസരിച്ചുള്ള ഓഫറുകളും പ്രൈസുകളും കൊടുക്കുക. ഒരിക്കലും താഴ്ന്ന നിലവാരത്തിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാതിരിക്കുക. ആസൂത്രണം ചെയ്യുന്ന പദ്ധതിയുടെ ഗുണഫലം കൂടുതൽ കാലം നിലനിർത്തുന്ന തരത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൊമോഷൻ സ്കീമിൽ കൊടുക്കുന്ന സൗജന്യ ഗിഫ്റ്റുകൾ കടക്കാർ വിറ്റ് കാശാക്കാതെ അത് കസ്റ്റമർക്ക് സൗജന്യമായി തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ലക്ഷ്യമിടുന്നവരുടെയും അഭിരുചിക്കും ആവശ്യത്തിനും ഇണങ്ങുന്ന സാധനങ്ങൾ കണ്ടെത്തുക. ബ്രാൻഡുകളുടെ വിജയത്തിനായി കണക്കിലെടുക്കേണ്ട പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്നീ 4 Pകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.